ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ ഇന്ന് സൗദിയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ദേ എഴുന്നേറ്റ് രാവിലെ തന്നെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിലോട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ദേ ആദ്യമായിട്ടാണ് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി ഞാൻ ദേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് പുറത്ത് വെക്കണം. കാരണം പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് വരാൻ നേരത്ത് അതൊന്ന് അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ദേ അതെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ഞാൻ നേരെ പോയത് കിച്ചണിലോട്ടായിരുന്നു കേട്ടോ. കിച്ചണിൽ പോയിട്ട് ഞാൻ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കേണ്ടതുണ്ടോ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. ജോബി ഉണ്ടാക്കി വെച്ച അടിപൊളി മീൻകറിയും പിന്നെ രാവിലെ തന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ല. പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നു. അങ്ങനെ പിന്നെ ഓവർനൈറ്റ് ഓട്സ് അങ്ങോട്ട് കഴിക്കാമെന്ന് ഓർത്തപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനത് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. പക്ഷേ അത് കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാനിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടാണോ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടണ്ട, ഹണിയോ വല്ലതും ആഡ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഹണി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹണി ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവർനൈറ്റ് ഓട്സിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ട് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് ഓർത്തു. അതെല്ലാം ഒന്ന് കഴുകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഇല്ല കേട്ടോ. എനിക്ക് ഈവനിങ് 4 മണിക്ക് ഡ്യൂട്ടിക്ക് പോയാൽ മതി. അപ്പോൾ അത്രയും ടൈം ഞാൻ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നാണ് കേട്ടോ ഈ അലക്കലും അങ്ങനെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വല്ല മുട്ടയോ വല്ലതും ഒക്കെ വറുത്ത് വെക്കാം. എന്തായാലും ഓഫല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ കിച്ചണിലോട്ട് പോയിട്ടോ. ഇപ്പം ഞങ്ങളിവിടെ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കുക്കിങ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സെൽഫ് കുക്കിംഗ് ആയിരുന്നെന്ന്. അപ്പോൾ ഞാൻ വന്ന ഒരു 3 ആഴ്ചയോളം ഞങ്ങൾ സെൽഫ് കുക്കിംഗ് തന്നെ ആയിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, ഒരുമിച്ച് കുക്ക് ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. പിന്നെ ആസ് യൂഷ്വൽ സവാള അരിഞ്ഞാലൊന്ന് കരയണമല്ലോ, അതൊരു പ്രപഞ്ച നിയമമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാള അരിഞ്ഞതിന് ശേഷം ഒന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതേ പോയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒന്ന് മുട്ട പൊരിക്കാം എന്നോർത്തു. ആദ്യം ഞാൻ 2 മുട്ടയായിരുന്നു അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനതൊന്ന് മുട്ട ഇങ്ങനെ അടിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി മുട്ട കുറവാണ്, കാരണം സവാള കുറച്ച് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് വീണ്ടും ഒരു മുട്ടയും കൂടി എടുത്ത് അതിലിട്ടിട്ടുണ്ടായിരുന്നേ. 3ാമത് മുട്ടയും കൂടി ഇട്ടപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ കറക്റ്റ് മുട്ട പൊരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ടാസ്ക് കിട്ടിയത് മുട്ട പൊരിക്കാൻ പോയപ്പോഴായിരുന്നു കേട്ടോ. കാരണം എണ്ണ നല്ല സ്റ്റിക്കായിട്ടിരിക്കുമായിരുന്നു, കാരണം തണുപ്പായതുകൊണ്ട് ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ എണ്ണ എടുത്ത് ഒഴിച്ചു. പിന്നെ നമ്മുടെ എണ്ണക്കുപ്പി അവിടെ തന്നെ വെച്ചു കേട്ടോ. കാരണം ഇച്ചിരി സ്റ്റൗവിൻ്റെയൊക്കെ ചൂടടിച്ചിട്ട് ആ തീൻ്റെ ചൂടടിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി പണ്ട് മുതലേ എനിക്ക് മുട്ട വറുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. കാരണം എപ്പോൾ ഞാൻ മുട്ട വറുക്കാൻ പോയാലും ഞാൻ അമ്മച്ചി ഉണ്ടാക്കുന്നത് പോലെയാണ് മുട്ട ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. പക്ഷെ ഇതുവരെയായിട്ടും അങ്ങനെ നടന്നിട്ടില്ല കേട്ടോ. ഞാൻ കുറേ സ്ഥലത്തു നിന്ന് മുട്ട വറുത്ത കഴിച്ചിട്ടുണ്ടെങ്കിലും അമ്മച്ചി ഉണ്ടാക്കുന്ന മുട്ട വറുത്തത് അടിപൊളിയാണ് ഗൈസ്. അമ്മച്ചി ഉണ്ടാക്കുന്ന ആ ഒരു മുട്ട വറുത്തതിൻ്റെ ടേസ്റ്റ് വേറെ ഒരിടത്തുനിന്ന് ഞാൻ കഴിച്ചതിന് ഒരിടത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ പോരാത്തതിന് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഇതേപോലെ ഒടിഞ്ഞു നുറുങ്ങിയൊക്കെ പോകുവേ. ആ ഒരു ടൈമിൽ അവിടെ വെച്ചിരുന്ന എണ്ണ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ബാക്കി മുട്ടയും കൂടി അങ്ങ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ മുട്ടയൊക്കെല്ലാം വറുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രമൊക്കെ കുറച്ച് കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രമൊക്കെ എല്ലാം അങ്ങ് കഴുകി വെച്ച് അങ്ങനെ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള മീൻകറിയും കൂടി ചൂടാക്കി വെച്ചു. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അതിൻ്റെ ബാക്കി പരിപാടികളും കൂടി കഴിഞ്ഞ ശേഷം ഞാൻ നേരെ റൂമിലോട്ടാണ് കേട്ടോ പോയത്. അവിടെയാണെങ്കിൽ ഞാൻ വാഷിംഗ് പൗഡറൊക്കെ എടുത്തപ്പോഴത്തേക്കും കുറച്ചൊന്ന് താഴത്തൊക്കെ വീണായിരുന്നു. പിന്നെ അതൊക്കെ മൊത്തം അടിച്ച് തൂത്ത് വൃത്തിയാക്കി. പിന്നെ റൂമും നമ്മുടെ ഡൈനിങ് ഹാളും ഒക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചു കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ ഹോം ടൂറിൽ കണ്ടു കാണും. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വിരിച്ചു. അങ്ങനെ പിന്നെ ബെഡ് ഏകദേശം ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മീൻകറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മുട്ട വറുത്ത ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്ക് നന്നായിട്ട് ചോറ് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഷുഗർ ക്രേവിങ്സ് പിന്നെ തുടങ്ങി. അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളിതേ പുറത്ത് പോയപ്പോഴത്തേക്കും ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഡയറി മിൽക്ക് കഴിച്ചു കേട്ടോ. കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ, കാരണം പിന്നീട് നമുക്ക് ഡയറി മിൽക്ക് വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ സേഫായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ ഡയറി മിൽക്കും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തുണിയെല്ലാം ദേ ഉണങ്ങി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ പുറത്ത് കൊണ്ട് വിരിക്കാമെന്ന് ഓർത്തു, കാരണം യൂണിഫോം കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ദേ പോയിട്ട് ഡ്രസ്സൊക്കെ എല്ലാം വിരിച്ചിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതേ തുണിയും കൂടി എല്ലാം വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 3 മണിയൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് എല്ലാം കിടന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എനിക്ക് കോഫി കുടിക്കാൻ ആഗ്രഹം. അങ്ങനെ പിന്നെ ഞാൻ കോഫിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാത്തിലും വാരിക്കോരി പഞ്ചസാര ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. ഞാൻ ഷുഗർ നന്നായിട്ട് കുറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്താണെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ വീണ്ടും പോയി ഫ്രഷായി റെഡിയായിട്ട് വന്ന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആഫ്റ്റർ. അങ്ങനെ പിന്നെ വാസലീൻ എടുത്ത് പുരട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട്, കാരണം ഇവിടുത്തെ തണുപ്പിന് ഞാൻ ഫുൾ ടൈം വാസലീൻ പുരട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. കാരണം ഞാൻ കൊണ്ടുവന്ന ബോഡി ലോഷനൊന്നും എനിക്ക് സ്യൂട്ടാവുന്നില്ല, ഈ ഒരു ക്ലൈമറ്റിനെ പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ ഫുൾ ടൈം വാസലീനിൽ കുടിച്ചുകൊണ്ടാണ് ഗൈസ് നടക്കുന്നത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന എൻ്റെ സിമ്പിൾ മേക്കപ്പ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ എൻ്റെ പൗഡറും, ഇത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഞാനൊരു പൊട്ട് പോലും തൊടുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. ഞാനൊരു പൊട്ടൊക്കെ തന്നെ തൊടുന്നത്. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുന്നില്ല ഗൈസ്. അങ്ങനെ പിന്നെ അറിയാവുന്ന പോലെ മുടി വാരിപ്പെറുക്കി കെട്ടി കുറച്ച് സ്പ്രേയും കൂടി അടിച്ചപ്പോഴത്തേക്കും ഞാൻ ശുണ്ടരിയായി. അപ്പോൾ ഇനി ഞാൻ പോയി പണിയെടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.